ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ സ്വയം അറിയാൻ സാധിക്കും? അതായത് സ്വയം അറിയാൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു 200 രൂപയുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. കടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക എന്ന് തന്നെയല്ലേ എന്ന് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് തോന്നും. അങ്ങനെയല്ല, വീട്ടിൽ വെച്ച് തന്നെ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൻ്റെയോ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വാഹനത്തിൻ്റെയോ ഒക്കെ ബാറ്ററിയുടെ കണ്ടീഷൻ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വെറും 200 അല്ലെങ്കിൽ 219 രൂപ മുടക്കിയാൽ മതി. എങ്ങനെയാണ്? വാ, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കുഞ്ഞൻ ഐറ്റം മതി, ഒരു മൾട്ടിമീറ്റർ ആണ് ഇത്. പല ടൈപ്പ് മൾട്ടിമീറ്റർ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ ഒരു ടൈപ്പ് ഞാൻ പറയുന്നത് സാധാരണ ഒരു ടൈപ്പ് മൾട്ടിമീറ്റർ ആണ്. ഇത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ അറിയാൻ സാധിക്കും? വെറുതെ കുത്തി നോക്കിയാൽ മതിയോ? വെറുതെ കുത്തി നോക്കിയാൽ മതി. അതായത് ഇവിടെ വോൾട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അധികം അറിയാൻ മേലാത്ത ആൾക്കാർക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ വോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിൽ വരുന്ന ഒരു 20 കണ്ടു. ഈ 20 ഞാൻ ഇട്ടു. ഇത് മാത്രം, ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഈ ഒരു സാധനം മേടിച്ചാൽ മതി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ അറിയാൻ സാധിക്കും. ഒന്ന് സൈഡിലോട്ട് വയ്ക്കുക. ഇത് 2 പേരുണ്ടെങ്കിൽ, അതായത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി 2 പേരുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി ഇതിൻ്റെ റെഡ് കളറ് ഞാനിവിടെ റെഡായിട്ടുള്ളൊരു പോയിന്റിലോ അല്ലെങ്കിൽ ഈ പ്ലസ് എന്നിട്ടിരിക്കുന്ന ഒരു പോയിന്റ്, അതിപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മൈനസ് കാണാം. മൈനസ് ബ്ലാക്ക് കണ്ടോ, ഇത് പ്ലസ്സിലോട്ട് കൊടുക്കുക. ഞാൻ ഇങ്ങനെ കൊടുത്തപ്പോൾ അതെ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജാണ് വന്നിരിക്കുന്നത് 12.5758 അങ്ങനെ നിൽക്കുകയാണ്. ഇനി ഞാൻ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണിക്കുന്ന 12.5 എന്നുള്ളതിൽ ഒരു 10 വരെ അങ്ങേയറ്റം, 10 വരെ വരാൻ പാടില്ല, എന്നാലും 10 വരെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ബാറ്ററി പൊക്കോട്ടെ. 10-ൽ താഴെയാണെങ്കിൽ, അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് 10-ൽ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി മാറാനുള്ള സമയമായി, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വാഹനത്തിൻ്റെ ബാറ്ററി മാറാനുള്ള സമയമായി എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ. ഞാൻ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഏതറ്റം വരെ അത് പോകുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ക്ലച്ച് ചവിട്ടാതെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി എത്രയാണ് അതിൻ്റെ ചാർജ് ഡ്രോപ്പ് വന്നതെന്നുള്ളത്. ഞാൻ വാഹനം ഒന്നുകൂടെ ഓഫ് ചെയ്തു. ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എത്ര വന്നതെന്ന്. ക്യാമറമാൻ എത്ര വന്നു? 11 സംതിങ് ആണ്, ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏതായാലും. ഓക്കെ, അപ്പോൾ ആ റേഞ്ച് ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രശ്നമില്ല. പക്ഷേ 10-ൽ താഴെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. എൻ്റെ വാഹനം ഏകദേശം ഒരു 4 വർഷമായി, ഇപ്പം ഏകദേശം മാറാനുള്ള പീരീഡായിട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഉടനെ മാറുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 വർഷം ആകുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി മാറി വിട്ടോണമെന്ന്. പക്ഷേ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ച പോലെ വേറെ പ്രശ്നങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ പോകുന്നിടത്തോളം കുറച്ചുകൂടെ പൊക്കോട്ടെ. എപ്പോഴാണോ ഇതുപോലൊരു സ്റ്റാർട്ടിങ് ഡിലേയോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അന്നേരം ഒരു 200 രൂപ മുടക്കി നിങ്ങൾ ഈ ഒരു ഐറ്റം മേടിച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നോക്കി 10 താഴെ പോവുകയാണെങ്കിൽ ഒന്നും ചിന്തിക്കരുത്. അത് പിന്നെ റിപ്പയർ ചെയ്യാവുന്നോ ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ചിന്തിക്കരുത്. ഉടനെ റീപ്ലേസ് ചെയ്തോണം. കാരണം പിന്നെ അതിനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി കൂടത്തേ ഉള്ളൂ.